വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 54. കോളിംഗ് ബെൽ കേട്ട് സുദേവ് ഡോർ തുറന്നപ്പോൾ മൂക്ക് കൈകൊണ്ട് മറച്ചുപിടിച്ച് മുന്നിൽ വിഭ. എവിടെ നോക്കട്ടെടാ, അവൻ ചോദിച്ചതും അവൾ കൈമാറ്റി. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അവൻ അതിൽ തൊടാൻ കൈ ഉയർത്തി. തൊടല്ലേ, വേദനിക്കും. ഇത് ഡമ്മിയാ ഉണ്ണിയേട്ടാ. ഡമ്മി ഇട്ട് നോക്കാൻ ഇതെന്താ CBI ഡയറി കുറിപ്പോ? നല്ല ചളി, ഒന്ന് മാറിക്കേ, ഞാൻ അകത്തേക്ക് കയറട്ടെ. അവനെ തള്ളി മാറ്റി അവൾ അകത്തേക്ക് കടന്നു. അപ്പോ കുത്തിയാൽ വേദനിക്കില്ലെന്ന് പറഞ്ഞിട്ട്? അത് കുത്തുമ്പോഴല്ലേ, ഇപ്പൊ നല്ല വേദനയുണ്ട്, തൊട്ടാലും നല്ല വേദനയാ. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? അത് പിന്നെ ഒരാൾക്ക് ഇഷ്ടാന്ന് പറഞ്ഞ എന്താ ചെയ്യാ? എളിയിൽ കൈകുത്തി മുഖം തിരിച്ച് അവൾ അവനെ നോക്കി. ഓഹോ, അപ്പോ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ എന്തും ചെയ്യൂ? അതിന് മറുപടി പറയാതെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോട്ടമുറപ്പിച്ചു. സുഖകരമായൊരു നിശബ്ദത അവർക്കിടയിൽ തളം കെട്ടി. അല്പനേരത്തെ കണ്ണുകൾ കൊണ്ടുള്ള ആ കഥ പറച്ചിലിനൊടുവിൽ അവൾ മുഖം താഴ്ത്തി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, എന്നിട്ട് ചായ വെക്കാട്ടോ. ചായയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. മുൻവശത്തെ വാതിലടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞത് കേട്ട് വിഭ തിരിഞ്ഞു നിന്നു. ഈ കയ്യും വെച്ചോ? ഓ, ഒരു ചായ വെക്കാൻ ഇതൊക്കെ മതി എന്റെ വിഭക്കുട്ടിയെ. നീ പോയി ഫ്രഷായിട്ട് വാ. കണ്ണുകൾ ചുരുക്കി അവനെ ഒന്നുകൂടി നോക്കിയിട്ട് അവൾ റൂമിനകത്തേക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ അവൾ ഫ്രഷായി തിരികെ എത്തിയപ്പോൾ അവൻ TV-യിൽ സൺ മ്യൂസിക്കും കണ്ട് സെറ്റിയിലിരിക്കുകയായിരുന്നു. കയ്യിലൊരു പ്ലേറ്റിൽ കപ്പ വറുത്തതുമുണ്ട്. അടുക്കളയിലേക്ക് ചെന്ന് ചായ ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കുമ്പോഴും അതുമായി തിരികെ എത്തി അവനെതിരെയുള്ള കസേരയിലേക്ക് ഇരിക്കുമ്പോഴും സംസാരിക്കാനുള്ള കാര്യം ആര് തുടങ്ങും, എവിടെ തുടങ്ങും എന്നതായിരുന്നു അവളുടെ ചിന്ത. TV-യിലേക്ക് ശ്രദ്ധിച്ചെന്ന പോലെ ഇരിക്കുന്ന സുദേവിന്റെ ഉള്ളിലും അതേ ചിന്ത തന്നെയായിരുന്നു. പറയാനും കേൾക്കാനും കൊതിക്കുന്ന വാക്കുകൾ ഉള്ളിൽ തിരക്ക് കൂട്ടുമ്പോഴും പൊട്ടൻ ആട്ടം കാണും പോലെ രണ്ടും കൂടി TV-യിലേക്കും കണ്ണും നട്ടിരുന്നു. ഇടയ്ക്ക് സുദേവ് തലചരിച്ച് വിഭയെ നോക്കും. അപ്പോൾ അവൾ TV-യിൽ ശ്രദ്ധിച്ചിരിക്കുകയാവും. അതുപോലെ വിഭ അവനെ നോക്കുമ്പോൾ അവന്റെ ശ്രദ്ധ TV-യിലായിരിക്കും. വല്ലപ്പോഴും പരസ്പരം നോട്ടങ്ങൾ ഇടയുമ്പോൾ അർത്ഥമില്ലാത്ത ചിരിയും ചിരിച്ച് വീണ്ടും രണ്ടും കൂടി TV-യിലേക്ക് മുഖം തിരിക്കും. ആ കളി അങ്ങനെ കുറെ നേരം തുടർന്നതിനൊടുവിൽ സുദേവ് വിഭയ്ക്ക് നേരെ തിരിഞ്ഞ് സംസാരിക്കാനുള്ള തുടക്കമെന്നോണം ഒന്ന് മുരടനക്കി. അവൻ പറയുന്നത് കേൾക്കാനുള്ള അതിയായ ആഗ്രഹത്തോടെ നിറഞ്ഞ ചിരിയുമായി അവൾ അവനെ നോക്കി. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അസമയത്ത് കരണ്ട് കട്ട് വന്നതുപോലെ അവളുടെ മുഖം മങ്ങിപ്പോയി. സുദേവ് ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് പരിചയമില്ലാത്തൊരു യുവാവും യുവതിയും നിൽക്കുന്നു. വാതിൽ തുറന്ന സുദേവിനെ കണ്ട് അവർ രണ്ടുപേരും അവനെ നോക്കി ചിരിച്ചു. സുദേവിന്റെ മുഖത്തെ അപരിചിത ഭാവം കണ്ട് തൊട്ടെതിരെയുള്ള ഫ്ലാറ്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ആ ഫ്ലാറ്റിലെ പുതിയ താമസക്കാരാണ്. മനസ്സിലായതുപോലെ സുദേവ് അവരെ നോക്കി തലയാട്ടി. ഓ യെസ്, സെക്യൂരിറ്റി പറയുന്നുണ്ടായിരുന്നു ഇന്ന് പുതിയ താമസക്കാർ വരുമെന്ന്. വരൂ, അകത്തേക്കിരിക്കാം. അവൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ എത്തി, പക്ഷെ ഇന്നലെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അകത്തേക്ക് കയറുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് രാത്രിയായി. ഇരിക്കൂ. സുദേവ് മുഖം കൊണ്ട് സെറ്റിയിലേക്ക് ചൂണ്ടി. ഓഹോ, അത് ശരി. എന്റെ പേര് ശ്രീകാന്ത്, ഇത് ഭാര്യയാണ് അശ്വതി. സെറ്റിയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരൻ തങ്ങളെ പരിചയപ്പെടുത്തി. ഞാൻ അറിയാം, പേര് സുദേവ് എന്നല്ലേ? ഇത് വൈഫ് വിഭാവരി അല്ലേ? കാര്യങ്ങളൊക്കെ അപ്പുറത്തെ മേൽബിൻ പറഞ്ഞായിരുന്നു. അല്ലേ, കൈക്കെന്ത് പറ്റി? ഓ, അത് ഇന്നലെ വൈകുന്നേരം ഒന്ന് വീണതാ. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടാകാതിരുന്നത്. ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു? ഞാൻ തിരുവനന്തപുരത്തുള്ള ARI കൺസ്ട്രക്ഷനിൽ സീനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ ഓഫീസിൽ 2 മാസത്തേക്കുള്ള ഒരു പ്രൊജക്ട് വർക്കുണ്ട്, അതിന് വന്നതാ. അതാണല്ലേ ആ ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റ് തന്നെ വാടകയ്ക്കെടുത്തത്? അതെ, 2 മാസത്തേക്കാകുമ്പോൾ
വീട്ടിലെ ഫർണിച്ചറുകളൊന്നും കൊണ്ടുവരണ്ടല്ലോ. ഇതിപ്പോ ഓഫീസിൽ തന്നെ അറേഞ്ച് ചെയ്ത് തന്നതാ. അതെന്തായാലും നന്നായി. അത്രയും നേരം നിശബ്ദയായി അവരുടെ സംസാരവും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന അശ്വതി വിഭയെ നോക്കി ചിരിച്ചു. വിഭ ഏതോ ക്ലിനിക്കിലല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, കുണ്ടന്നൂരുള്ള ഐശ്വര്യ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ. എന്തായാലും വൈകിട്ട് ഓഫീസിൽ ഇട്ട് വരുമ്പോ ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ടൊക്കെ ഇറങ്ങുക കേട്ടോ. ശ്രീകാന്തേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ രാത്രിയാകും. വെറുതെ ഇരുന്ന് ബോറടിക്കുന്നേ, അതാ. ഓ യെസ്, അതിനെന്താ? ബിബ ചിരിയോടെ തലകുലുക്കി. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. സൗകര്യം പോലെ ഇനിയും കാണാം. അയ്യോ ഇരിക്കുന്നേ, വെള്ളം വല്ലതും കുടിച്ചിട്ട് പോവാം. പെട്ടെന്ന് ഓർത്തതുപോലെ ബിബ ചാടി എഴുന്നേറ്റു. നോ താങ്ക്സ്, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അപ്പോ ശരി, ഗുഡ് നൈറ്റ്. ശ്രീകാന്ത് ചിരിയോടെ അത് നിരാകരിച്ചു. അവർ യാത്ര പറഞ്ഞിറങ്ങിയതും സുദേവ് വാതിലടച്ച ശേഷം തിരികെ വന്ന് സെറ്റിയിലേക്ക് ഇരുന്നിട്ട് ബിബയെ നോക്കി. അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി അവൾ ഇരുന്നു. എങ്ങനെ തുടങ്ങണമെന്നുള്ള ആലോചനയിൽ അവൻ ഇരുന്നപ്പോൾ അവൾ അക്ഷമയായി. ഉണ്ണിയേട്ടൻ നേരത്തെ എന്തോ പറയാമെന്നല്ലോ. അതോ, അത് ആ കൃത്യസമയത്ത് തന്നെ വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങി. ഓ എവിടെ, ഞാൻ ഈ കോളിംഗ് ബെല്ലിന്ന് വലിച്ചു കുറച്ച് തൂട്ടിക്കളയും. പിറുപിറുത്തുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നവളെ കണ്ട് സുദേവ് ചിരിയടക്കി. അവന്റെ ചിരി കണ്ടതും അവനെ ദഹിപ്പിക്കും പോലൊന്ന് നോക്കിയിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു. ആദ്യം കണ്ടത് വെളുക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഷാജി കുഞ്ഞച്ചനെയാണ്. അതിനു പിറകിലായി ചിറ്റയും. അവർക്ക് പുറകിൽ അനൂപും നവോമിയും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും മുഖത്തെ ഈർഷ്യ മാറ്റി അവൾ ഒരു ചിരിയുടെ മൂടുപടം വലിച്ചിട്ടു. അകത്തേക്ക് തള്ളിക്കയറി വന്ന കുഞ്ഞച്ചനെ കണ്ട് അവൾ വഴിയൊഴിഞ്ഞു നിന്നു. സുദേവമോനെ, എങ്ങനെയുണ്ട് കൈക്ക്? അവരെ കണ്ട് സെറ്റിയിൽ നിന്നും എഴുന്നേൽക്കുകയായിരുന്ന സുദേവിനോടുള്ള ഷാജി കുഞ്ഞച്ചന്റെ ചോദ്യം കേട്ട് വിഭ ചിറ്റയെ ഒന്ന് നോക്കി. ഇടീ, ഇന്നലെ രാത്രി സുദേവ് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ടേ തല പിടിച്ച് ഭിത്തിയിലടിച്ചോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് കേട്ടോ. അടുത്തേക്ക് വന്ന രമച്ചിറ്റ ശബ്ദം താഴ്ത്തി പറഞ്ഞത് കേട്ട് വിഭ വാ പൊത്തി ചിരിച്ചു. വാ, അകത്തേക്ക് വാ. ശങ്കിച്ചു നിന്ന നവോമിയുടെ കയ്യിൽ പിടിച്ച് അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അല്ല, നീ മൂക്ക് കുത്തിയോ? ചിറ്റ അവളുടെ മൂക്കിൽ ഒന്ന് തൊട്ടു നോക്കി. അവൾ കാറിയത് കേട്ട് ചിറ്റ മാത്രമല്ല എല്ലാവരും ഞെട്ടിപ്പോയി. ഇന്ന് കുത്തിയേ ഉള്ളൂ, അതാ വേദന. തന്നെ നോക്കി കണ്ണുരുട്ടുന്ന സുദേവിനോടും കൂടിയായി അവൾ പറഞ്ഞു. അവരെയും വിളിച്ചുകൊണ്ട് വിഭ അകത്തേക്ക് പോയപ്പോൾ ഷാജി കുഞ്ഞച്ചൻ ഹാളിലിരുന്ന് സുദേവിനോട് കത്തിവെക്കാൻ തുടങ്ങി. കല്യാണക്കാര്യം ഷാജി കുഞ്ഞച്ചനോട് തന്നെ ആദ്യം പറഞ്ഞാലോ എന്ന് സുദേവ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷാജി കുഞ്ഞച്ചൻ അനൂപിന്റെ നേർക്ക് തിരിഞ്ഞു. എടാ, നീ ഒന്ന് അകത്തേക്ക് പോയി ആ ഫ്ലാറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നേ. എനിക്കേ സുദേവ് മോനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അച്ഛൻ പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. എന്താ കുഞ്ഞച്ച? അനൂപ് പോയി കഴിഞ്ഞതും സുദേവ് ചോദിച്ചു. മോനെ, മോൻ പറഞ്ഞതേ വളരെ ശരിയാണ്. നമ്മുടെ നവോമി മോൾക്കേ UK-യിലൊരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി നേരത്തെ തന്നെ ശരിയായിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ പോണോന്ന്. ഇന്നലെ മോനെങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് കാലത്ത് ഇവൻ കാര്യം പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. എന്നാലും ഇവൻ ആ കൊച്ചിനെ കെട്ടാൻ തോന്നിയത് ഭാഗ്യം തന്നെ അല്ലേ? പിന്നല്ലാതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ശരിയാ. പക്ഷേ അങ്ങോട്ട് പോകാനുള്ളതിന് കുറച്ച് കാശൊക്കെ ചെലവുണ്ടല്ലോ അല്ലേ? അനൂപിന്റെ കയ്യിൽ അത്രയും കാശൊക്കെ ഉണ്ടാകുമോ? അതിനിപ്പോ എന്താ, നല്ലൊരു കാര്യത്തിനല്ലേ ഞാൻ കൊടുക്കും മോനെ കാശ്. അല്ലെങ്കിൽ നമ്മൾ ഈ കാശ് കൂട്ടി വെച്ചിട്ട് ചാകാൻ നേരത്ത് കൊണ്ടുപോകാനോ മറ്റോ പറ്റുമോ? പിന്നെ വാസ്തവം. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാനൊരു പിശുക്കനാണെന്ന്. മോൻ പറ, നമ്മൾ ഈ കാശൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്തിനാ? നമ്മുടെ മക്കൾക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം അല്ലേ? വളരെ ശരിയാണ് കുഞ്ഞച്ച. പുള്ളി അല്പം കൂടി സുദേവിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പിന്നൊരു കാര്യം കൂടിയുണ്ട്. മോനിടയ്ക്ക് അവളെ വിളിച്ചൊന്ന് ഗുണദോഷിക്കണം. ആരെ? എന്റെ ഭാര്യനെ. അവൾക്ക് എന്നോടൊരു ബഹുമാനം ഇല്ലെന്നേ. അത് നമുക്കുണ്ടാകാം. കുഞ്ഞച്ചൻ വിഷമിക്കണ്ട. പിന്നെ കുഞ്ഞച്ചനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
അതിനെന്തിനാ ഒരു മുഖവുര? മോനെ എന്തും ഈ കുഞ്ഞച്ചനോട് പറയാലോ. വിഭയെ വിവാഹം കഴിച്ചതാണെന്ന് ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞതാ കുഞ്ഞച്ച. എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആണോ? പക്ഷേ എനിക്കവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനിപ്പോ എന്താ, നല്ല കാര്യമല്ലേ? എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഓരോ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയവര്. പിന്നെ ഇനിയിപ്പോ എന്ത് നോക്കാനാ? അല്ല കുഞ്ഞച്ച, വിഭയുടെ അച്ഛൻ എതിര് നിന്നാലോ? പോകാൻ പറയാളോട്. ആ കൊച്ചിനെ നട തള്ളും പോലെ തള്ളിയേച്ചും പോയ മനുഷ്യനാ ഈ ഞാനാ അവളെ ചെല്ലും ജലവും കൊടുത്ത് വളർത്തി വലുതാക്കിയത്, അറിയോ? അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? വിഭ എപ്പോഴും പറയാറുണ്ട് കുഞ്ഞച്ചന്റെ കാര്യം. അല്ലേലും അവള് കുരുത്തോളോളാ. അതിന്റെ ഒരു ഗുണം അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും കൂട്ടിക്കോ. ഏത്, ഡിവോഴ്സ് ആയതോ? ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അല്ല മോനെ, അങ്ങനെയൊക്കെ സംഭവിച്ചാലും അവസാനം മോനെ പോലെ ഒരുത്തരെ കിട്ടിയില്ലേ അവൾക്ക്. ഇങ്ങ് നോക്കിയേ, ഈ കുഞ്ഞച്ചൻ മുന്നിൽ നിന്ന് നടത്തി തരും നിങ്ങളുടെ കല്യാണം. ഈ ഞായറാഴ്ച തന്നെ ഞങ്ങൾ വീട്ടുകാർ പെണ്ണ് കാണാൻ വരാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ബ്രദറും ഫാമിലി ഉണ്ടാകും, പിന്നെ എൻ്റെ അപ്പച്ചിയും മകനും, അത്രയും പേരുണ്ടാകും. അതിനെന്താ, നിങ്ങൾ ധൈര്യമായിട്ട് പോരുന്നേ. എന്തായാലും കുഞ്ഞച്ചൻ ഇക്കാര്യം ഇപ്പോൾ ആരോടും പറയണ്ട. ഞാൻ ആദ്യം വിഭയോടൊന്ന് സംസാരിക്കട്ടെ. മതി, അത് മതി. അതൊക്കെ മോൻ അതിന്റെ ഇണക്കം പോലെ അങ്ങ് ചെയ്തേച്ചാ മതി. അപ്പോഴേക്കും അകത്തേക്ക് പോയവർ തിരികെ വരുന്നത് കണ്ട് അവരുടെ സംസാരം അവിടെ വെച്ച് നിന്നു. അതെ, ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എന്നാ ഇവള് പറയുന്നേ. ഹാളിലേക്ക് വന്ന് രമച്ചിറ്റ പറഞ്ഞത് കേട്ട് ഷാജി കുഞ്ഞച്ചൻ തലകുലുക്കി. അത് മതി, ഇനിയിപ്പോ കഴിച്ചിട്ട് പോയാ മതി. ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം. സുദേവ് അതും പറഞ്ഞ് ഫോൺ എടുത്ത് ഡൈനിങ് ഹാളിന്റെ വശത്തേക്ക് നീങ്ങി. അവൻ അവിടെ നിന്നും മാറുന്നത് കണ്ട് വിഭയും അവന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും കൂടി എല്ലാവർക്കും വേണ്ട ഫുഡ് ഓർഡർ ചെയ്ത ശേഷം തിരികെ വന്ന് അവരുടെ കൂടെ കൂടി. നവോമി പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണല്ലേ? സുദേവ് ചോദിച്ചു. അതെ ചേട്ടാ, 1 മാസത്തിനുള്ളിൽ പോകണം. എന്തായാലും നന്നായി. അനൂപിനും അവിടെ നല്ലൊരു ജോലി കിട്ടുമല്ലോ. കണ്ടന്റ് റൈറ്റിങ്ങിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അവിടെ ചെന്നിട്ട് നോക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് സുദേവേട്ട. എല്ലാവരും ചേർന്ന് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭക്ഷണമെത്തി. ഭക്ഷണവും കഴിഞ്ഞ് അവർ ഇറങ്ങുമ്പോൾ സമയം 9:30 കഴിഞ്ഞിരുന്നു. കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ ചിറ്റയും നവോമിയും കൂടെ കൂടിയത് കാരണം പണികളെല്ലാം കഴിഞ്ഞിരുന്നു. റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങിയ വിഭ ഹാളിൽ സുദേവിനെ കാണാതിരുന്നത് കൊണ്ട് അവന്റെ മുറിയിലേക്ക് ചെന്നു. മുറിക്കകത്ത് ഇരുട്ടായിരുന്നെങ്കിലും പുറമേ നിന്നുള്ള വെളിച്ചം മുറിക്കകത്തേക്ക് അരിച്ചെത്തുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട അവൾ മുറിയിലേക്ക് കടന്ന് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന വാതിൽപ്പടിയിൽ പിടിച്ചു നിന്നു. സുദേവ് ബീൻ ബാഗിൽ ചാരി കിടക്കുകയായിരുന്നു. കാൽപ്പെരുമാറ്റം കേട്ട് മുഖമുയർത്തിയ അവൻ വാതിൽപ്പടിയിൽ ചാരി അവനെയും നോക്കി നിൽക്കുന്ന വിഭയുടെ കണ്ണുകളിലെ തിളക്കത്തിൽ സ്വയം മറന്നിരുന്നു പോയി. അവന്റെ അടുത്തേക്ക് നടന്നെത്തിയ അവൾ മുട്ടുകാലിൽ കുത്തി ആ ബീൻ ബാഗിന് മുന്നിലേക്ക് ഇരുന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മന്ത്രിച്ചു. അവ വിളിച്ചിരുന്നു. ഉണ്ണിയേട്ടന് എന്നോടൊന്നും പറയാനില്ലേ? അവൻ അവളെ നോക്കി. പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകൾ, വിറകൊള്ളുന്ന ചുണ്ടുകൾ. അവൻ മുന്നിലേക്കാഞ്ഞ് അവളെ വട്ടമെടുത്തുയർത്തി മടിയിലേക്കിരുത്തി. ഉലഞ്ഞുപോയ അവൾ അടുത്ത നിമിഷം ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവന്റെ നെഞ്ചിലേക്കൊട്ടി. അവൻ അവളുടെ മുഖം നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്ത് വെച്ചു. കേട്ടോ? അവൻ ചോദിച്ചു. എന്ത്? എന്റെ ഹൃദയം പറയുന്നത്. അവൾ ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് കാതുരച്ചു ചേർത്തു. കേട്ടു. എന്താ കേട്ടത്? ലപ് ഡപ് ലപ് ഡപ് ലപ് ഡപ്. കുസൃതി ചിരിയുടെ അകമ്പടിയോടെ അവൾ പറഞ്ഞു. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. ഇടിക്കാന്തരി. പറഞ്ഞതിനൊപ്പം വേദനിപ്പിക്കാതെ അവളുടെ കവിളിൽ അവൻ പല്ലുകൾ അമർത്തി. ഇല്ലാത്ത വേദന അഭിനയിച്ച അവൻ കടിച്ച കവിൾ വീണ്ടും അവന്റെ നെഞ്ചിലിട്ടുരുട്ടി. ആ ലാപ്ടോപ്പിന്റെ അർത്ഥം അറിയോ വിഭക്കുട്ടിക്ക്?
ഉം. അവൾ ചുമൽ കൂച്ചി. അവളെ വട്ടമിറുകെ പുണർന്നിട്ട് അവളുടെ ചെവിക്കരികിലേക്ക് അവൻ മുഖം താഴ്ത്തി. ഈ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ആ ഹൃദയത്തിന് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുകയാണത്. രക്തം മുഖത്തേക്ക് ഇരച്ചു കയറി പനി വന്നതുപോലെ വല്ലാത്തൊരു ചൂടും ആവിപ്പും തോന്നി അവൾക്ക്. പ്ലാസ്റ്റർ ഇട്ട വലത് കൈകൊണ്ട് അവളെ ചേർത്തു പിടിച്ച് ഇടത് കൈയാൽ അവൻ അവളുടെ മുഖമുയർത്തി. അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞുപോയി. എന്റെ ശ്വാസമേ. അവളുടെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തുമ്പോൾ അവൻ മന്ത്രിച്ചത് കേട്ട് അവളുടെ വിരലുകൾ അവന്റെ നെഞ്ചിൽ മുറുകി. അവന് ശ്വാസം പകർന്നു കൊടുക്കാനെന്നോണം അവളുടെ ചുണ്ടുകൾ തെല്ലുവിടർന്നു. നനവൂറി അവളുടെ ചുണ്ടുകളിലേക്ക് അമർന്ന ചുണ്ടുകൾക്കൊപ്പം ചെറുതായി കുത്തിനോവിച്ചു മീശയുടെ തുമ്പുകൾ. ശരീരം കുളിർന്നതുപോലെ അവൾ ഒന്നുകൂടി അവന്റെ മടിയിൽ ചുരുണ്ടുകൂടി. പൊക്കുരുമിയ ചുണ്ടുകൾ പ്രണയത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങിയിരുന്നു. അവളുടെ കീഴ്ചുണ്ടിന്റെയും മേൽചുണ്ടിന്റെയും മധുരമറിഞ്ഞുകൊണ്ടിരുന്ന അവന്റെ ചുണ്ടുകൾ ശ്വാസത്തോടൊപ്പം തന്റെ ജീവനും വലിച്ചൂറ്റിയെടുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അകന്നുമാറിയ ചുണ്ടുകൾക്കിടയിലൂടെ അവന്റെ നാവ് ഉള്ളിലേക്ക് ഊളിയിട്ടപ്പോൾ അറിയാതെ പിടഞ്ഞുകൊണ്ട് അവൾ കിതച്ചു. കിതപ്പോടെ അവൾ കുറുകുന്നത് കേട്ടപ്പോൾ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവൻ മുഖമുയർത്തി. നെഞ്ചിലേക്ക് മുഖമമർത്തി കിതപ്പകറ്റുന്നവളുടെ നെറുകയിൽ നിർത്താതെ അവന്റെ ചുണ്ടുകൾ അമർന്നുകൊണ്ടിരുന്നു. കിതപ്പൊന്നകന്നപ്പോൾ ചൂണ്ടുവിരലാൽ അവൾ നെഞ്ചിലെന്തോ എഴുതുന്നത് ശ്രദ്ധിച്ച് അവൻ മുഖം ചരിച്ചു നോക്കി. എന്താടാ എഴുതുന്നത്? അതേ, അതെന്റെ ശ്വാസവും ജീവനുമൊക്കെ അങ്ങ് മുഴുവനായിട്ട് കൊണ്ടുപോയ ഒരുത്തനുണ്ട്. അങ്ങേരുടെ പേരിന്റെ ആദ്യ അക്ഷരമാണത്. ഓഹോ, അതാരാ? പറയില്ല, വേണേ കടിച്ചു കാണിക്കാം. പറയലും മടിയിൽ നിന്നും ഉയർന്ന് അവന്റെ കവിളിൽ കടിയും ഒരുമിച്ച് കഴിഞ്ഞു. ആവൂ, എന്തുവാ ഇത് കുഞ്ഞാ? കവിൾ പൊത്തിക്കൊണ്ടവൻ അവളെ നോക്കി കണ്ണുരുട്ടി. വീണ്ടും താഴ്ന്ന് നെഞ്ചിലേക്ക് കിടന്ന അവൾ അവന്റെ നെഞ്ചിലെ ആ ത്രിശൂലത്തിന്റെ ലോക്കറ്റിൽ മെല്ലെ ഒന്ന് കടിച്ചു വലിച്ചു. വിഭക്കുട്ടി, എന്തോ? ആ ലോക്കറ്റ് പല്ലുകൾക്കിടയിൽ അമർത്തി അവൾ വിളികേട്ടു. ഈ ഞായറാഴ്ച നിന്നെ പെണ്ണ് കാണാൻ വന്നോട്ടെ? എന്താ ഇത്ര വൈകി ഉണ്ണിയേട്ടാ? എത്ര നാളായിരുന്നു ഞാൻ കൊതിക്കുന്നു ഉണ്ണിയേട്ടന്റെ ആവാൻ. വിരലുകളാൽ അവന്റെ നെഞ്ചിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്നു അവൾ. നിനക്കറിയാലോ പാവയുടെ കാര്യം. അവളിത് എങ്ങനെ എടുക്കുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അവളുടെ കാര്യോർത്ത കഷ്ടമുണ്ട് കേട്ടോ ഉണ്ണിയേട്ടാ. പാവം, ഒറ്റയ്ക്ക് അവിടെ. മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഉണ്ണിയേട്ടൻ നോക്കിക്കോ, 18 വയസ്സാകും മുന്നേ തന്നെ അവൾ നമ്മുടെ അടുത്തെത്തും. നിന്റെ നാവ് പൊന്നാവട്ടെ. അവൻ ഒരിക്കൽ കൂടി അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. കിടക്കണ്ടേ? അല്പനേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൻ ചോദിച്ചു. ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് എങ്ങനെ ഇരിക്കാം? ചൂട, ദേ അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ നീ ഇങ്ങനെ ഇരിക്കുന്നത്. ഓ, അതിനെന്താ, ഞാൻ എൻ്റെ ഉണ്ണിയേട്ടന്റെ മടിയിലിരിക്കുന്നേ, അവരോട് പോകാൻ പറ. അവൾ ഒന്നുകൂടി ഇളകിയിരുന്നു. അതെ, നീ ഇങ്ങനെ മടിയിലിരുന്ന് അധികം ഇളക്കി കളിക്കല്ലേട്ടോ. എന്താ കാര്യം ഞാൻ പറഞ്ഞു തരാം. കല്യാണം കഴിയട്ടെ. ഓ, പോട്ടെ. വേണ്ട. പിന്നെ ഉണ്ണിയേട്ടാ, ഈ ലോകത്ത് നമ്മളും പിന്നെ ഈ ആകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളല്ലേ? ആ മാർജിൻ ഫ്രീ ഷോപ്പ് നടത്തുന്ന മാത്യൂസും കൂടി ഇരുന്നോട്ടെ. ഇല്ലേ, വിശക്കുമ്പോ നമ്മൾ എന്തെടുത്തിട്ട് തിന്നും? ഓ, അവിടുന്ന് അൺറൊമാൻറ്റിക് മൂരാച്ചി. അവൾ മുഖമുയർത്തി അവനെ നോക്കി ചിറി കൊട്ടി. ഓഹോ, അപ്പോ ഞാൻ റൊമാൻറ്റിക് അല്ലേ? അല്ല. കുറച്ചു മുന്നേ റൊമാൻറ്റിക് ആയപ്പോ നീയല്ലേ പറഞ്ഞത് അയ്യോ മതിയെന്ന്? ഞാനോ? എപ്പോ? കൃഷ്ണമണികൾ മുകളിലേക്കാക്കി ആലോചിക്കും പോലെ അവൾ അവനെ നോക്കി. അപ്പോ പറഞ്ഞില്ലേ? എങ്കി വാ. അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ മുഖം താഴ്ത്തിയതും അവൾ കൈ ഉയർത്തി താഴ്ന്നു വന്ന ആ ചുണ്ടുകളെ തടഞ്ഞുകൊണ്ട്
ചിരിച്ചു. അവളുടെ ഉള്ളം കൈയിലൊന്ന് ചുംബിച്ചിട്ട് അവൻ മുഖമുയർത്തി. വേണ്ടേ? വാടി പെണ്ണെ, നമുക്ക് റൊമാൻസിക് അടി. ഓ വേണ്ട, അപ്പുറത്തെ വീട്ടുകാർ കണ്ടാലോ? നീയല്ലേ പറഞ്ഞത് കുഴപ്പമില്ല, നീ നിന്റെ ഉണ്ണിയേട്ടന്റെ മടിയിലായിരിക്കുന്നതെന്ന്. അവർക്കേ ചിലപ്പോ ഇതൊക്കെ കണ്ട് അസൂയ തോന്നും. ആണോ? ഉം. അവൾ തലയിളക്കിയിട്ട് വീണ്ടും അവന്റെ ലോക്കറ്റിൽ പിടിച്ച് കളിക്കാൻ ആരംഭിച്ചു. അവൻ അവളെയും കൊണ്ട് ആ ബീൻ ബാഗിലേക്ക് ഒന്നുകൂടി ചാരി. അവൾ ലോക്കറ്റിൽ നിന്നും പിടിവിട്ട് അവന്റെ താടിയിൽ വിരലുകൾ കോർക്കാനും അതിൽ പിടിച്ച് വലിക്കാനും തുടങ്ങി. അതെ, ഉണ്ണിയേട്ടന് എന്നോട് എന്തോ ഒരു സ്നേഹമുണ്ട്. കാക്കത്തൊള്ളായിരം സ്നേഹം. പ്ലാസ്റ്റർ ഇട്ട വലത് കൈ പാതിയും ഇടത് കൈ മുഴുവനായും വിടർത്തി അവൻ പറഞ്ഞത് കേട്ട് അവൾ മടിയിൽ നിന്നും പൊങ്ങി അവന്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഉമ്മ കഴിഞ്ഞതുകൊണ്ട് അവന് തിരികെ പ്രതികരിക്കാൻ അവസരം കിട്ടിയില്ല. ശേ, എന്തു പറ്റി? അവൾ പുരികങ്ങൾ ഉയർത്തി ചോദിച്ചു. സോ ഫാസ്റ്റ്. അവന്റെ മുഖത്തെ നിരാശ കണ്ട് അവൾ വാ പൊത്തിച്ചിരിച്ചു. തൽക്കാലം ഉണ്ണിക്കുട്ടൻ അതുകൊണ്ട് തൃപ്തിപ്പെടുകട്ടോ ഉണ്ണിയേട്ടാ. അല്പസമയം കഴിഞ്ഞ് അവൾ വീണ്ടും വിളിച്ചത് കേട്ട് അവൻ മുഖമുയർത്തി നോക്കി. എന്താടാ? ചുമ്മാ വിളിച്ചതാ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിലേ ശ്വാസം കിട്ടാതിരുന്നാലോ? എനിക്കിതുപോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ എന്ത് കൊതിയായിരുന്നെന്നോ. കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയപ്പോ കൊതി കൂടുന്നതേ ഉള്ളൂ. ആണോ? എന്റെ മാത്രം. അവന്റെ കഴുത്തിനടിയിലേക്ക് മുഖമൊളിപ്പിച്ച് അവൾ മന്ത്രിച്ചു. ഒരിക്കലും വിട്ടുകളയില്ലെന്നതുപോലെ അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പടിഞ്ഞാറൻ കാറ്റ് മാവിന്റെ ഇലകളെയും ഇളക്കി അവരെയും തഴുകി കടന്നുപോയി. കണ്ണടച്ചുകൊണ്ടവൾ അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി. അതേ ഉണ്ണിയേട്ടാ, ഒരു പാട്ട് പാടിത്തരാവോ? കണ്ണുകൾ തുറക്കാതെ അവന്റെ നെഞ്ചിൽ ചുരണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. ഏത് പാട്ട്? ഏതെങ്കിലും മതി. എനിക്കിന്ന് ഉണ്ണിയേട്ടന്റെ പാട്ട് കേട്ടുറങ്ങാനാ. എന്നാ ഒരു താരാട്ടുപാട്ടായാലോ? അത് മതി, അത് മതി. അവൾ ഒന്നുകൂടി ഇളകി കിടപ്പ് സുഖമാക്കി. അവൾക്ക് കിടക്കാനുള്ള സൗകര്യത്തിന് അല്പം കൂടി ഒന്ന് ചാരി കണ്ണുകളടച്ച് അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പാടാൻ തുടങ്ങി. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. പാട്ട് കഴിഞ്ഞപ്പോഴേക്കും വിഭ മയക്കത്തിലേക്ക് ആണ്ടിരുന്നു. അവളെ അധികം അനക്കാതെ വട്ടം പിടിച്ചുകൊണ്ട് തന്നെ സുദേവ് എഴുന്നേറ്റു. അവളൊന്ന് ഞെരങ്ങി കണ്ണുകൾ പാതി തുറന്നിട്ട് വീണ്ടും അവന്റെ തോളിലേക്ക് തലചായ്ച്ചു. മുറിക്കകത്തേക്ക് അവളെയും എടുത്തു നടന്ന സുദേവ് കട്ടിലേക്ക് അവളെ പതുക്കെ കിടത്തി. വീണ്ടും ഒന്ന് അനങ്ങി കണ്ണുകൾ ചെറുതായി തുറന്ന് പാതി മയക്കത്തിൽ അവൾ മന്ത്രിച്ചു. ഉണ്ണിയേട്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ ഒന്ന് മൂളിക്കൊടുത്തതിനൊപ്പം അവൻ കട്ടിലേക്കിരുന്ന് അവളുടെ മുടിയിൽ മെല്ലെ തലോടി. ആ പാതിമയക്കത്തിൽ ഒന്ന് ചിരിച്ച അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. ശ്വാസം ക്രമേണ താളാത്മകമായി. പുതപ്പ് വലിച്ചവളെ പുതപ്പിച്ചിട്ട് തിരികെ ചെന്ന് ബാൽക്കണിയിലേക്കുള്ള വാതിലടച്ച ശേഷം അവനും വന്ന് അവൾക്കരികിലേക്ക് കയറിക്കിടന്നു. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. ഇന്നലെ കഥ ഇല്ലാതിരുന്നതുകൊണ്ട് ഇന്ന് 24 മിനിറ്റ് ദീർഘമുള്ള ഭാഗമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അഭിപ്രായം പറയാൻ മടിക്കാതെ വേഗം അഭിപ്രായം പറഞ്ഞേ. കൂടാതെ ലൈക്കുകളും ഷെയറുകളും ചെയ്ത് കൂടെ നിൽക്കണേ.